നമസ്കാരം, ഞാൻ ഉമേഷ് വിരാമൻ. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. 33ാമത് അറബ് ഉച്ചകോടിക്ക് നാളെ ബഹ്റൈനിൽ തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു. അറബ് രാജ്യങ്ങൾ തമ്മിൽ എല്ലാ മേഖലകളിലുമുള്ള സഹകരണവും ഐക്യദാർഢ്യ പ്രവർത്തനവും ശക്തിപ്പെടുത്തുന്നതിനും അറബ് രാജ്യങ്ങളുടെ സുരക്ഷയും സ്ഥിരതയും നിലനിർത്തുന്നതിനും പരമാധികാരം സംരക്ഷിക്കുന്നതിനും ആവശ്യമായ നടപടികൾക്ക് ഊർജം പകരുക എന്ന ലക്ഷ്യത്തോടെ ബഹ്റൈനിൽ 33ാമത് അറബ് ഉച്ചകോടി ആരംഭിച്ചു. മെയ് 16 നടക്കുന്ന സുപ്രധാന സമ്മേളനത്തിൽ ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റി ഹമദ് ബിൻ ഇസ അൽ ഖലീഫ അധ്യക്ഷത വഹിക്കും. അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ ഭരണാധികാരികളും പങ്കെടുക്കും. സുരക്ഷ, സ്ഥിരത, സാമ്പത്തിക അഭിവൃദ്ധി എന്നിവയുൾപ്പെടെ മേഖലയെ ബാധിക്കുന്ന നിർണായക വിഷയങ്ങളിൽ ബഹ്റൈൻ രാജാവ് ചർച്ചകൾ നയിക്കും. കൂടാതെ ബഹ്റൈൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ അറബ് പ്രതിനിധി സംഘത്തലവന്മാരെ ഉച്ചകോടിയിലേക്ക് സ്വാഗതം ചെയ്യുകയും സംയുക്ത അറബ് സഹകരണവും ഏകോപനവും ശക്തിപ്പെടുത്തുന്നതിനുള്ള ബഹ്റിന്റെ പ്രതിബദ്ധത അറിയിക്കുകയും ചെയ്തു. അറബ് രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യത്തിന്റെയും സഹകരണത്തിന്റെയും പ്രതീകമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ലോഗോയും ഇത്തവണത്തെ പ്രത്യേകതയാണ്. ബഹ്റൈനിലെമ്പാടും സമ്മേളനത്തിന്റെ വരവറിയിച്ച് ബാനറുകളും പങ്കെടുക്കുന്ന രാഷ്ട്ര നേതാക്കളുടെ ചിത്രങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. ഉച്ചകോടിയുടെ ഭാഗമായി അറബ് ഉച്ചകോടിയുടെ മീഡിയ സെന്റർ പ്രവർത്തനം ആരംഭിക്കുകയും രാജ്യത്തുടനീളം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അറബ് മേഖല നേരിടുന്ന വെല്ലുവിളികളും അവയ്ക്കുള്ള പരിഹാരങ്ങളും ഉച്ചകോടിയിലെ സജീവ ചർച്ചയിൽ വരുമെന്നാണ് പ്രതീക്ഷ. 24 ബഹ്റൈൻ. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ സ്വകാര്യ ഹജ്ജ് സംഘം മക്കയിലെത്തി. ജിദ്ദ വിമാനത്താവളം വഴിയാണ് സംഘം എത്തിയത്. കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട ആദ്യ സംഘത്തിൽ 101 മലയാളികളുണ്ട്. കണ്ണൂരിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ സ്വകാര്യ ഹജ്ജ് സംഘം ജിദ്ദയിലെത്തിയത്. കേരളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ആദ്യ ഹജ്ജ് സംഘം എന്ന പ്രത്യേകതയും ഈ സംഘത്തിനുണ്ട്. അൽഹിന്ദ് ഹജ്ജ് ഗ്രൂപ്പ് വഴി എത്തിയ സംഘത്തിൽ 101 തീർത്ഥാടകരാണ് ഉണ്ടായിരുന്നത്. വൈകുന്നേരം 3:30 ജിദ്ദ വിമാനത്താവളത്തിലെത്തിയ സംഘം പെട്ടെന്ന് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുറത്തിറങ്ങി. ഹജ്ജ് സർവീസ് ഏജൻസി ഒരുക്കിയ ബസ്സുകളിൽ മക്കയിലേക്ക് പുറപ്പെട്ടു. അൽഹംദുലില്ലാ വളരെ സുഖമായി, സന്തോഷമായി, റാഹത്തായിട്ട് കേരളത്തിലെ ആദ്യത്തെ ബാച്ച്, പ്രൈവറ്റ് ഗ്രൂപ്പിന്റെ ബാച്ച് ഞങ്ങളിവിടെ ജിദ്ദയിൽ വന്നിറങ്ങി. വളരെ സുഖകരമായിരുന്നു. വളരെ സ്പീഡായിട്ട് കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഗവൺമെന്റ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. വളരെ വേഗം എമിഗ്രേഷനും ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട്. വളരെ വേഗം ബസ് സംവിധാനം ചെയ്ത് പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് മക്കയിലേക്ക് പുറപ്പെടുകയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷത്തിലും റാഹത്തിലാണ്. പ്രത്യേകിച്ച് സൗദി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വളരെ സഹായങ്ങളാണ് ഹാജിമാർക്ക് ചെയ്ത് തരുന്നത്. വളരെ വേഗം ആളുകളെ ക്ലിയർ ചെയ്ത് മക്കയിൽ അയക്കാനുള്ള എല്ലാ സംവിധാനവും ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട്. അൽഹംദുലില്ലാ ഞങ്ങൾ ഇൻഷാ അല്ലാഹ് മക്കയിലേക്ക് പുറപ്പെടാണ്. മക്കയിലെത്തി ഹോട്ടലിലെത്തി ഇന്ന് ഇൻഷാ അല്ലാഹ് ഉംറ അതിന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കും. ഏറ്റവും ആദ്യത്തിൽ തന്നെ ഏറ്റവും വേഗത്തിൽ തന്നെ എത്താൻ സാധിച്ചതിൽ അള്ളാഹുവിനോട്, സർവശക്തനോട് ഏറ്റവും അധികം നന്ദി പറയുന്നു. അതിന് അവസരം ലഭിച്ചതിനും ഈ അൽഹിന്ദ് എന്ന ഗ്രൂപ്പിനോടും വളരെയധികം 1.25 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ഇത്തവണ ഇന്ത്യയിൽ നിന്നും ഹജ്ജ് നിർവഹിക്കുന്നത്. ഇതിൽ 1,40,000 തീർത്ഥാടകർ ഹജ്ജ് കമ്മിറ്റി വഴിയും ബാക്കിയുള്ളവർ സ്വകാര്യ ഗ്രൂപ്പുകൾ വഴിയുമാണ് ഹജ്ജ് നിർവഹിക്കുന്നത്. ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള തീർത്ഥാടകർ ഇപ്പോൾ മദീനയിലാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. മദീനയിൽ ഹറം പള്ളിക്ക് സമീപത്ത് മർക്കസിയ ഏരിയയിലാണ് ഇവരുടെ താമസം. ഇന്ന് അൽഹിന്ദ് വഴിയെത്തിയവർ മക്കയിൽ ഹറം പള്ളിക്ക് സമീപത്തുള്ള ക്ലോക്ക് ടവർ, ആസ്ക സഫ എന്നീ ഹോട്ടലുകളിലാണ് താമസിക്കുക. 5,59,800 രൂപ വീതമാണ് തീർത്ഥാടകരിൽ നിന്നും ഈടാക്കുന്നത്. സ്വകാര്യ ഗ്രൂപ്പുകളിൽ ഹജ്ജ് നിർവഹിക്കുന്ന തീർത്ഥാടകരിൽ ഭൂരിഭാഗവും ജിദ്ദ വഴി മക്കയിലേക്കാണ് വരുന്നത്. ഹജ്ജിന് തൊട്ടു മുമ്പായി ഇവർ മദീന സന്ദർശനം പൂർത്തിയാക്കും. ഹജ്ജ് കർമ്മങ്ങൾ അവസാനിച്ച് ജിദ്ദയിൽ നിന്നായിരിക്കും ഈ തീർത്ഥാടകരുടെ മടക്കയാത്ര. ജിദ്ദ വിമാനത്താവളത്തിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. തിരുവനന്തപുരത്ത് നിന്ന് ദമാമിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം റദ്ദാക്കി. രാത്രി 10:30 പോകേണ്ടിരുന്ന സർവീസാണ് ഇത്. വിമാനത്താവളത്തിൽ യാത്രക്കാർ പ്രതിഷേധിച്ചു. പരിസ്ഥിതി പ്രവർത്തകർക്കായി ദീർഘകാല വീസ അവതരിപ്പിച്ച് ദുബായ്. ബ്ലൂ വീസ എന്ന പേരിൽ 10 വർഷത്തേക്കാണ് വീസ അനുവദിക്കുക. മന്ത്രിസഭാ യോഗത്തിന് ശേഷം ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദാണ് ഇക്കാര്യം അറിയിച്ചത്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ രാജ്യത്തേക്ക് ആകർഷിക്കുന്നതിനായി കൂടുതൽ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് തുടരുകയാണ് ദുബായ്. ഏറ്റവും ഒടുവിൽ പരിസ്ഥിതി പ്രവർത്തകർക്കായി ദീർഘകാല വിസയാണ് രാജ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വലിയ സംഭാവനകളും അതിനായുള്ള പരിശ്രമങ്ങളും നടത്തിയവർക്കാണ് ബ്ലൂ റെസിഡൻസി എന്നറിയപ്പെടുന്ന പുതിയ വീസ നൽകുക. രാജ്യം കഴിഞ്ഞ വർഷവും ഈ വർഷവും സുസ്ഥിരതാ വർഷമായി ആചരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായുള്ള നിരവധി പദ്ധതികളിലെ ഏറ്റവും പുതിയ സംരംഭമാണ് ബ്ലൂ വിസ. രാജ്യത്തിന്റെ സാമ്പത്തിക സുസ്ഥിരത പരിസ്ഥിതിയുടെ സുസ്ഥിരതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഇതിന്റെ ഭാഗമായാണ് പരിസ്ഥിതി പ്രവർത്തകർക്കുള്ള ആദരമെന്നും വ്യക്തമാക്കിയാണ് UAE വൈസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പുതിയ വീസ പ്രഖ്യാപിച്ചത്.
കഴിഞ്ഞയാഴ്ച ഈ ഗെയിമിംഗ് മേഖലയിലുള്ളവരെ ആകർഷിക്കാൻ ദുബായ് ഗെയിമിംഗ് വിസ അവതരിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബ്ലൂ റെസിഡൻസി വിസയുടെ പ്രഖ്യാപനം. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കായി 10 വർഷ കാലാവധിയിൽ ഗോൾഡൻ വിസയും രാജ്യം അനുവദിച്ചു വരുന്നുണ്ട്. വിവിധ രാജ്യക്കാരായ നിക്ഷേപകർ, കലാകാരന്മാർ, സംരംഭകർ, പ്രൊഫഷണലുകൾ, വിദ്യാർത്ഥികളടക്കം ഒട്ടേറെ പേർക്ക് ഇതിനോടകം രാജ്യം ഗോൾഡൻ വിസ നൽകി കഴിഞ്ഞു. 2022 മുതൽ 5 വർഷത്തെ കാലാവധിയുള്ള ഗ്രീൻ വിസയും UAE നൽകുന്നുണ്ട്. 24 ദുബായ്. യുദ്ധത്തിൽ തകർന്ന ഗസയ്ക്ക് സഹായം തുടർന്ന് UAE ഇതുവരെ 50,000 ടൺ അവശ്യ സാധനങ്ങൾ ഗസയിൽ എത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഗ്യാലൻ നൈറ്റ് 3 എന്ന സഹായ പദ്ധതിയിലൂടെയാണ് UAE ഗസയിൽ സഹായം എത്തിക്കുന്നത്. യുദ്ധത്തിൽ സർവ്വവും നഷ്ടപ്പെട്ട ജനതയ്ക്ക് കൈത്താങ്ങാവുന്നത് UAE തുടരുകയാണ്. യുദ്ധം ആരംഭിച്ചത് മുതൽ ഇതുവരെ 50,000-ലധികം ടൺ ദുരിതാശ്വാസ വസ്തുക്കളാണ് ഗസയിൽ എത്തിച്ചത്. ഈ മാസം 13 വരെ മാത്രം 260 വിമാനങ്ങളിലും 1243 ലോറികളിലുമായി 32,000 ടൺ സഹായ വസ്തുക്കൾ എത്തിച്ചു. ഈജിപ്തിലെ അൽ അരീഷ് തുറമുഖത്തേക്ക് 13,190 ടൺ അവശ്യ വസ്തുക്കളുമായി 3 കപ്പലുകളും UAE അയച്ചു. UAE പ്രസിഡന്റ് പ്രഖ്യാപിച്ച ഗാലനൈറ്റ് 3 എന്ന പദ്ധതിയിലൂടെയാണ് സഹായ വസ്തുക്കൾ ശേഖരിച്ച് വിതരണം ചെയ്യുന്നത്. പരിക്കേൽക്കുന്നവർക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കാൻ 2 ആശുപത്രികളും ഇതിനോടകം UAE ഗാസയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. 100-ലധികം വിദഗ്ധ ഡോക്ടർമാരും നഴ്സുമാരുടെയും മുഴുവൻ സമയ സേവനം ലഭ്യമാക്കിയിട്ടുള്ള ഇവിടെ ഇതുവരെ 2 ലക്ഷത്തിലധികം രോഗികളെ ചികിത്സിച്ചതായി അധികൃതർ വ്യക്തമാക്കി. ഭക്ഷണം ഉൾപ്പെടെ ലഭ്യമാക്കാൻ ഓട്ടോമാറ്റിക് ബേക്കറിയും ശുദ്ധജലം ലഭ്യമാക്കാൻ ജലശുദ്ധീകരണ പ്ലാന്റുകളും UAE സജ്ജമാക്കിയതായും അധികൃതർ അറിയിച്ചു. ഇതിനു പുറമെ ഗാസയിൽ നിന്ന് ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളിൽ വലയുന്ന 671 രോഗികളെയും 735 കുടുംബാംഗങ്ങളെയും UAE നേരിട്ടെത്തിച്ചും ചികിത്സ ലഭ്യമാക്കുന്നുണ്ടെന്നും വരും ദിവസങ്ങളിലും ഗാസയിലെ ജനങ്ങൾക്ക് സഹായം നൽകുന്നത് തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് സംഘടിപ്പിക്കുന്ന കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം വെള്ളിയാഴ്ച നടക്കും. ഷാർജ ഇന്ത്യൻ അസോസിയേഷനുമായി സഹകരിച്ചാണ് പരിപാടി. ഷാർജയിലെയും വടക്കൻ എമിറേറ്റ്സുകളിലെയും ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ നേരിട്ട് അധികാരികളിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് പരിപാടി. വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിലാണ് പരിപാടി നടക്കുക. ഇന്ത്യക്കാരുടെ വിവിധ പ്രശ്നങ്ങൾ കേൾക്കുന്നതിനും അതിൽ നയതന്ത്ര സ്ഥാപനങ്ങളുടെ ഇടപെടലും ലക്ഷ്യമിട്ട് ഇന്ത്യൻ കോൺസുലേറ്റാണ് പരിപാടി നടത്തുന്നത്. ദുബായ് ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പരിപാടിക്ക് നേതൃത്വം നൽകും. അവസരം എല്ലാ ഇന്ത്യക്കാരും ഉപയോഗിക്കണമെന്ന് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തലങ്കരയും സെക്രട്ടറി ശ്രീപ്രകാശും പറഞ്ഞു. പാസ്പോർട്ട് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, തൊഴിലാളികൾ കമ്പനി ഉടമകളിൽ നിന്ന് നേരിടുന്ന വെല്ലുവിളികളും പ്രായോഗിക പരിഹാരങ്ങളും, വിദേശത്ത് മരണപ്പെട്ട ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയക്കുന്നതിൽ നേരിടുന്ന കാലതാമസം, അതുമായി ബന്ധപ്പെട്ടുള്ള നിയമപ്രശ്നങ്ങളും നടപടിക്രമങ്ങളും എന്നിവ സംബന്ധിച്ചുള്ള ചർച്ചകളും പരിപാടിയിൽ നടക്കും. 24 ദുബായ്. ഹജ്ജ് തീർത്ഥാടനത്തോടനുബന്ധിച്ച് സൗദി കേരള ഫാർമസിസ്റ്റ് ഫോറം ഒരുക്കുന്ന മെഡിസിനൽ ഇൻഫർമേഷൻ ഡെസ്ക് ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്തു. മരുന്നുകളുടെ ലഭ്യത, മരുന്ന് കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അളവ് തുടങ്ങിയവയിലെ സംശയ നിവാരണത്തിനാണ് പദ്ധതി. ചടങ്ങിൽ ഫോറം ജനറൽ സെക്രട്ടറി ഷിഹാബുദ്ദീൻ കൂളാപ്പറമ്പിൽ, അൻവർ, സൗദി KMCC ഹജ്ജ് സെൽ കൺവീനർ മുജീബ് പൂക്കോട്ടൂർ, മുസ്തഫ മലയിൽ, ഇസുദ്ദീൻ ആലിങ്കൽ, MC നാസർ എന്നിവർ പങ്കെടുത്തു. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ഇന്ത്യൻ സ്കൂളുകളിൽ 10ലും +2വിലും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അഭിനന്ദനവുമായി നവോദയ സാംസ്കാരിക വേദി. ഈ മാസം 31-ന് ദമാം ദാറൽ സിഹ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്യും. ചടങ്ങിൽ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുമെന്ന് നവോദയ സാംസ്കാരിക വേദി ഭാരവാഹികൾ അറിയിച്ചു. ഖത്തറിലെ കോട്ടയം ജില്ലാ ആർട്സ് ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ മാജിക്കൽ മ്യൂസിക്കൽ മൊമെന്റ്സ് എന്ന പേരിൽ സംഗീത പരിപാടി സംഘടിപ്പിക്കുന്നു. ഗായകരായ കണ്ണൂർ ഷെരീഫ്, ലക്ഷ്മി ജയൻ, സിയാദ് എന്നിവർ ഒരുമിക്കുന്ന സംഗീത പരിപാടിക്കൊപ്പം മിമിക്രി കലാകാരൻ മഹേഷ് കുഞ്ഞുമോനും വേദിയിലെത്തും. പരിപാടിയിലൂടെ സമാഹരിക്കുന്ന തുക ഖത്തറിലെ സാധാരണക്കാരായ പ്രവാസികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായി ഉപയോഗിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഗുരുതര രോഗം ബാധിച്ച 5 മാസം പ്രായമുള്ള മൽക്ക റൂഹിയുടെ ചികിത്സയ്ക്കായി ധനസമാഹരണത്തിന് സംവിധാനം ഒരുക്കുമെന്നും രക്ഷാധികാരി ജോപ്പച്ചൻ തെക്കേക്കൂറ്റ് അറിയിച്ചു. ഇൻകാസ് ഖത്തർ വനിതാ വിംഗ് സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാതൃദിനാഘോഷം സംഘടിപ്പിച്ചു. വനിതാ വിംഗ് പ്രസിഡന്റ് സിനിൽ ജോർജ്, ICBF മാനേജിംഗ് കമ്മിറ്റി അംഗം സെറീന അഹമ്മദിന് മധുരം നൽകിക്കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ICC ബംഗളൂരു ഹാളിൽ നടന്ന ചടങ്ങിൽ ഖത്തറിലെ വിവിധ മേഖലയിലുള്ള വനിതകൾ അനുഭവങ്ങൾ പങ്കുവച്ചു. സെറീന അഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. അർച്ചന സജി, ഷീല സണ്ണി, ഷെറിൻ നിസാം, റോഷ്നി കൃഷ്ണൻ, റീന സുനിൽ, മെഹസാന മൊയ്തീൻ, അനൂജ റോബിൻ തുടങ്ങിയവർ സംസാരിച്ചു. പാട്ടുത്സവവുമായി അമേരിക്കയിലെ ന്യൂജേഴ്സി മലയാളി കൂട്ടായ്മ. ശനിയാഴ്ച സോമർസെറ്റ് ടാഗോർ ഹാളിലാണ് പരിപാടി. മേളം 2024 മെഗാഷോയിൽ 100-ലേറെ കലാകാരന്മാർ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു.
അമേരിക്കയിലെ ന്യൂജേഴ്സിയിലെ പാട്ടുകാരുടെയും പാട്ടിനെ സ്നേഹിക്കുന്നവരുടെയും കൂട്ടായ്മയായ പാട്ടുപെട്ടി സംഗീത മഹോത്സവം സംഘടിപ്പിക്കുന്നു. 100-ൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന മേളം ഈ വരുന്ന ശനിയാഴ്ച വൈകുന്നേരം സോമർസെറ്റ് ടാഗോർ ഹാളിലായിരിക്കും നടക്കുക. പാട്ടിനെ സ്നേഹിക്കുന്നവർക്കും പാട്ടുപാടാൻ ആഗ്രഹിക്കുന്നവർക്കുമുള്ള ഒരു പ്രോഗ്രാമാണ് NJ മലയാളീസ് പാട്ടുപെട്ടി. പാട്ടുപെട്ടിയുടെ ആനുവൽ ഷോ ആയ മേളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പാട്ടിനൊപ്പം മറ്റ് കലാപരിപാടികളും അരങ്ങേറും. ഏരിയയിലെ കലാകാരന്മാരുടെ കഴിവുകൾ മാറ്റുരയ്ക്കുന്ന സംഗീത പരിപാടിക്ക് കലാ ആസ്വാദകരിൽ നിന്ന് വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. 24 USA. ദുബായിലെ ചാവക്കാട് സ്വദേശികളുടെ കൂട്ടായ്മയായ നമ്മൾ ചാവക്കാട്ടുകാരുടെ നേതൃത്വത്തിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. നമ്മൾസ് ബാഡ്മിന്റൺ ടൂർണമെന്റ് എന്ന പേരിൽ ഈ മാസം 26-നാണ് മത്സരങ്ങൾ. ദുബായ് ഇസൈസിലുള്ള ബാഡ്മിന്റൺ സ്പോർട്സ് അക്കാദമിയിൽ നടക്കുന്ന പരിപാടിയിൽ UAE-യിലെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. 2000 ദിർഹമാണ് സമ്മാനത്തുക. ദുബായ് ബാഡ്മിന്റൺ സ്പോർട്സ് അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ ടൂർണമെന്റിന്റെ പോസ്റ്റർ മാധ്യമപ്രവർത്തകൻ അരുൺ പാറാട്ട് പ്രകാശനം ചെയ്തു. പ്രസിഡന്റ് അഭിരാജ് പൊന്നാരാശ്ശേരി, ജനറൽ സെക്രട്ടറി അലാവുദ്ദീൻ, ട്രഷറർ ഫിറോസ്, ഗ്ലോബൽ കൺവീനർ അബൂബക്കർ ഉണ്ണി പുന്നാര തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ദുബായ് ബുഡോക്കാൻ കപ്പ് അന്താരാഷ്ട്ര കരാട്ടെ ചാമ്പ്യൻഷിപ്പിന് സമാപനം. കെൻ കോളേജ്, എത്തിസലാത്ത് അക്കാദമി എന്നീ വ്യത്യസ്ത വേദികളിലായി 2 ദിവസം നീണ്ടുനിന്ന ബുഡോക്കാൻ കരാട്ടെ ചാമ്പ്യൻഷിപ്പിന്റെ 10ാമത് പതിപ്പിൽ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നായി 1000-ഓളം ആയോധന കലാ വിദ്യാർത്ഥികൾ മാറ്റുരച്ചു. ദുബായ് പോലീസിന്റെ പോസിറ്റീവ് സ്പിരിറ്റ് ചീഫ് ഇവന്റ് കോർഡിനേറ്റർ ഫാത്തിമ ബുഹാജിർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ റിൻഷി രഞ്ജിത്ത് വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്തു. അബ്ദുൽ ലത്തീഫ് സ്വാഗതവും ഡോക്ടർ സപ്നശ്രീ നന്ദിയും രേഖപ്പെടുത്തി. UAE കരാട്ടെ ഫെഡറേഷൻ ഡയറക്ടർ ക്യാപ്റ്റൻ മുഹമ്മദ് അബ്ബാസ് അധ്യക്ഷത വഹിച്ചു. ദുബായിലെ ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ ഒരുങ്ങി ലുലു ഗ്രൂപ്പ്. ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ലുലു ഗ്രൂപ്പും ദുബായ് സാമ്പത്തിക ടൂറിസം വകുപ്പും ഒപ്പുവെച്ചു. ലുലു ഗ്രൂപ്പ് ഡയറക്ടർ MA സലീം, SME ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അബ്ദുൽ ബാസിദ് അൽ ജനാദി, വർഗീസ് K ജെയിംസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രാദേശികമായ ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ലുലു ഗ്രൂപ്പിന്റെ ഹൈപ്പർ മാർക്കറ്റുകളിലൂടെ വിൽപ്പന നടത്താൻ പുതിയ തീരുമാനത്തിലൂടെ സാധിക്കും. മാത്രമല്ല, ഇവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ പ്രത്യേക പ്രചാരണവും ഉറപ്പാക്കും. വിദേശത്ത് മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് പദ്ധതിയുമായി യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ. യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷന്റെ പരീക്ഷയിൽ വിജയിക്കുന്നവർക്കാണ് സ്കോളർഷിപ്പ് ലഭ്യമാവുക. മെഡിക്കൽ വിദ്യാഭ്യാസം നടത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പണമില്ലാത്തതുകൊണ്ട് അവസരം നഷ്ടമാകരുതെന്ന ലക്ഷ്യത്തോടെയാണ് യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. ലോകത്തിലെ വിവിധയിടങ്ങളിലെ പ്രശസ്ത യൂണിവേഴ്സിറ്റികളുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുക. മെഡിക്കൽ കോളേജുകളിലെ അധികാരികളെ UAE-യിലെ യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിൽ നേരിട്ടെത്തിച്ചാണ് പരീക്ഷ നടത്തുക. ഇതിന്റെ ആദ്യപടിയായി അൽബേനിയയിലെ വെസ്റ്റേൺ ബാൽക്കൻസ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള പരീക്ഷ ദുബായിലും അബുദാബിയിലും നടന്നു. പരീക്ഷയിൽ ഉന്നത മാർക്ക് കരസ്ഥമാക്കുന്ന നിരവധി കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭ്യമാക്കുമെന്ന് യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ ഫൗണ്ടറും CEO-യുമായ ഷാക്കീർ പറഞ്ഞു. മികച്ച വിദ്യാർത്ഥികൾക്ക്, അതായത് ഇതിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന വിദ്യാർത്ഥികൾക്ക്, അത്തരം കുട്ടികൾക്ക് ചിലപ്പോൾ ഫിനാൻഷ്യലി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ്. കാരണം വെച്ചാൽ ഡയറക്റ്റ് ഡെലിഗേറ്റ്സ് ഇവിടെ വരികയും സ്കോളർഷിപ്പ് നടത്തുകയും അവർക്ക് ഫിനാൻഷ്യൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 100% വരെയും നമ്മൾ 100% സ്കോളർഷിപ്പ് കൊടുത്തുകൊണ്ടാണ് കുട്ടികൾക്ക് അവിടെ പഠിക്കാൻ, വിവിധ രാജ്യങ്ങളിലെ മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ പഠിക്കാനുള്ള അവസരം കൊടുക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. ഇപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വെസ്റ്റേൺ ബാൽക്കൻ യൂണിവേഴ്സിറ്റി, അൽബേനിയയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആൻഡ് ഡെലിഗേറ്റ്സ് ആണ് ഇവിടെ വന്നുകൊണ്ട് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നടത്തുന്നത്. ഇനിയും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രീമിയം അല്ലെങ്കിൽ ബെസ്റ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഈജിപ്തിലെ നമ്മൾ മിനിസ്ട്രി ആയിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹംഗറി, മറ്റ് രാജ്യങ്ങളിലേക്ക് ഡെലിഗേറ്റ്സ് ഇവിടെ വന്നുകൊണ്ട് ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഉറപ്പുവരുത്തുക, അതിനുള്ള സപ്പോർട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ കുട്ടികൾക്ക് മറ്റ് യൂണിവേഴ്സിറ്റികളുമായിട്ട് സംസാരിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് കുട്ടികളെ കണ്ടെത്തി അവർക്ക് അഡ്മിഷൻ ഉറപ്പുവരുത്താം. കുട്ടികളുടെ വലിയ പങ്കാളിത്തം സന്തോഷം നൽകുന്നതായി വെസ്റ്റേൺ ബാൽക്കൻസ് യൂണിവേഴ്സിറ്റി അധികൃതരും വ്യക്തമാക്കി. This is the first time we are offering scholarship opportunities in UAE. This is a great opportunity that nobody has to leave this chance, because these opportunities, these scholarships will be every year of the student studies, and it will be a great help for their families as well. വരും ദിവസങ്ങളിലും യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷന്റെ വിവിധ സെന്ററുകളിൽ വിവിധ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള സ്കോളർഷിപ്പ് പരീക്ഷകൾ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി.
24 ദുബായ്. കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസ് പ്രതി രാഹുൽ പി ഗോപാൽ രാജ്യം വിട്ടു. ബംഗളൂരു വഴി സിംഗപ്പൂരിലേക്ക് കടന്നുവെന്നാണ് സൂചന. കൃത്യവിലോപത്തിന് പന്തീരാങ്കാവ് SHO AS സരിനെ സസ്പെൻഡ് ചെയ്തു. മർദ്ദനം നേരിട്ട യുവതിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും രേഖപ്പെടുത്തി. പന്തീരങ്കാവ് ഗാർഹിക പീഡനക്കേസിലെ പ്രതി രാഹുൽ രാജ്യം വിട്ടുകഴിഞ്ഞു. ഒരു കാര്യം വ്യക്തം, രാഹുലിന് രാജ്യം വിടാനായത് പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലെ ഒരു കൂട്ടം പോലീസ് ഉദ്യോഗസ്ഥർ ഒപ്പം നിന്നതുകൊണ്ട് മാത്രമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടും വരെ പോലീസ് അനങ്ങാപ്പാറ നയത്തിലായിരുന്നു എന്നതും വ്യക്തം. മർദ്ദനമേറ്റെന്ന പരാതിയുമായി യുവതിയും കുടുംബവും പന്തീരാങ്കാവ് സ്റ്റേഷനിലെത്തിയത് ഈ മാസം 12-ന്. ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടതോടെ യുവതി ഫറോക്ക് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. യുവതിയുടെ നെറ്റിയിലും കഴുത്തിലും ചുണ്ടിലും പരുക്കുകളുണ്ടെന്നും വിദഗ്ധ ചികിത്സ വേണമെന്നും ഡോക്ടറുടെ കുറിപ്പടി. രാഹുൽ പി ഗോപാലിനെതിരെ നടപടിയെടുക്കേണ്ട SHO AS സരിൻ യുവതിയെയും കുടുംബത്തെയും ഉപദേശിക്കാനാണ് സമയം കളഞ്ഞത്. വധശ്രമക്കുറ്റം ചുമത്തി കേസെടുക്കാനും വൈകി. അവസരം മുതലാക്കി പ്രതി രാഹുൽ പി ഗോപാൽ ബംഗളൂരു വഴി സിംഗപ്പൂരിലേക്ക് കടന്നു. വിമർശനം ശക്തമായതോടെ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി. SHO AS സരിനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരമേഖല IG K സേതുരാമൻ ഉത്തരവിറക്കി. AS സരിന്റെ ഭാഗത്തുനിന്ന് പോലീസിന് ചേരാത്ത നടപടിയാണുണ്ടായതെന്ന് ഉത്തരവിൽ പറയുന്നു. സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന് പിന്നാലെയാണ് സസ്പെൻഷൻ. നടപടി സ്വാഗതം ചെയ്ത് യുവതിയുടെ പിതാവ്. കുറ്റം ചെയ്ത ആരായാലും അത് ശിക്ഷിക്കപ്പെടണം. മുഖ്യമന്ത്രിക്ക് ഞാൻ ഒരു പരാതി കൊടുത്തിരുന്നു. മുഖ്യമന്ത്രി അതിൽ ഇടപെട്ടു. അതോടൊപ്പം തന്നെ കോഴിക്കോട് ACPയും അതിൽ നല്ല രീതിയിൽ ഇടപെട്ടതിന്റെ ഫലമായി അങ്ങനെ ചെയ്തതിൽ സന്തോഷമുണ്ട്. അത് മറ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് കൂടി അതൊരു പാഠമായിരിക്കണം. കുടുംബം നൽകിയ പരാതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതോടെ പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുത്തു. ഫറോക്ക് ACP സാജു K എബ്രഹാമിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. യുവതിയുടെ മൊഴി സംഘം വീട്ടിലെത്തി രേഖപ്പെടുത്തി. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പരാതിക്കാരുടെയും പാരൻസിന്റെയും ബന്ധുക്കളുടെയും മൊഴിയെടുക്കാൻ വന്നതാണ്. അത് പൂർത്തിയായിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള മൊഴി എടുത്തിട്ടുണ്ട്. അത് പക്ഷേ വെളിവാക്കാൻ പറ്റില്ല. അത് കേസിന്റെ ഭാഗമായിട്ട് ACP ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് മൊഴിയെടുത്ത് അതിൽ പൂർണ്ണമായിട്ടുള്ള തൃപ്തിയാണ് ഞങ്ങൾക്കുള്ളത്. അതിൻ്റെ അന്വേഷണം ശരിയായ രീതിയിൽ ഇനി നീങ്ങും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. രാഹുലിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കി. വിഷയത്തിൽ ഇടപെട്ട ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 3 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ DGPയോട് ആവശ്യപ്പെട്ടു. പോലീസിനെതിരെ പെൺകുട്ടിയുടെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ശരിവയ്ക്കുന്നതാണ് പന്തീരങ്കാവ് SHOയ്ക്ക് ലഭിച്ച സസ്പെൻഷൻ. പ്രതിയായ രാഹുൽ ഇത്ര എളുപ്പം എങ്ങനെ സിംഗപ്പൂരിലേക്ക് കടന്നു എന്നതാണ് ഇനി ഉത്തരം കിട്ടേണ്ട ചോദ്യം. കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടത്തിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന് 24. പന്തീരാങ്കാവിലെ ഗാർഹിക പീഡനക്കേസ് പ്രതി രാഹുൽ പി ഗോപാൽ വിവാഹ തട്ടിപ്പ് വീരനെന്ന് സൂചന. കഴിഞ്ഞ വർഷം മറ്റൊരു യുവതിയുമായി വിവാഹം രജിസ്റ്റർ ചെയ്തതിന്റെ തെളിവുകൾ പുറത്തുവന്നു. യുവതി പോലീസിൽ പരാതി നൽകി. കോട്ടയം സ്വദേശിയായ പെൺകുട്ടിയുമായുള്ള വിവാഹം കഴിഞ്ഞ വർഷമാണ് രാഹുൽ പി ഗോപാൽ രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ മെയ് 5-ന് വിവാഹം നടത്താമെന്ന ധാരണയിലായിരുന്നു രജിസ്റ്റർ വിവാഹം. സ്ത്രീധനം ആവശ്യപ്പെട്ട് സമ്മർദ്ദം ചൊലുത്തിയതോടെ യുവതി വിവാഹമോചനം തേടി. വിവാഹമോചന നടപടികൾ കോടതിയിൽ പുരോഗമിക്കവെയാണ് പറവൂരിലെ പെൺകുട്ടിയുമായുള്ള രാഹുലിന്റെ വിവാഹം. ഇക്കാര്യം മറച്ചുവെച്ചെന്ന പറവൂരിലെ പെൺകുട്ടിയുടെ കുടുംബം. ഈ കല്യാണത്തിന് ശേഷമാണ് 2 എൻഗേജ്മെന്റ് നടന്നു കഴിഞ്ഞു. അപ്പോൾ ഈ എൻഗേജ്മെന്റ് രണ്ടും അത് പിന്നീട് ഈ പെണ്ണിന്റെ ആളുകൾ അന്വേഷിച്ചപ്പോൾ ഇവനൊരു ഫ്രോഡാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇതൊഴിഞ്ഞത് എന്നാണ്. ഇപ്പോൾ ഇന്നലെ കോട്ടയത്ത് നിന്ന് ഒരാൾ എന്നെ വിളിച്ചിരുന്നു. അത് ചാനലിൻ്റെ ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവായിരുന്നു ഈ പെൺകുട്ടി. അപ്പോൾ അത് എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ്. പക്ഷെ അത് പിന്നീട് അത് അന്വേഷിച്ചപ്പോൾ ഇയാളൊരു ഫ്രോഡാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അത് ഒഴിവാകുകയാണ് ചെയ്തത്. എറണാകുളം സ്വദേശിനിയും രാഹുലിനെതിരെ ആരോപണവുമായി രംഗത്തെത്തി. ജർമ്മനിയിലേക്ക് കൊണ്ടുപോകാമെന്ന് വാഗ്ദാനം നൽകി രാഹുൽ കബളിപ്പിച്ചെന്നാണ് ആരോപണം. രേഖാമൂലം പോലീസിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് എറണാകുളത്തെ യുവതി. നിയമപരമായി വിവാഹമോചനം നേടാതെയുള്ള 2ാം വിവാഹം ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഗുരുതര കുറ്റകൃത്യമാണ്. 24 കൊച്ചി. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരായ സമരം അവസാനിപ്പിച്ച് ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകൾ. ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ചുകൊണ്ടുള്ള സർക്കുലറിൽ ചില മാറ്റങ്ങൾ വരുത്തുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ അറിയിച്ചു. ഡ്രൈവിംഗ് സ്കൂൾ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ വിട്ടുവീഴ്ചയ്ക്ക് മന്ത്രി തയ്യാറായതോടെയാണ് പ്രശ്നം അവസാനിച്ചത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ചുകൊണ്ടുള്ള സർക്കുലറിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുമെന്ന്
മന്ത്രി ഉറപ്പു നൽകി. ഒരു കാറിൻ്റെ പഴക്കം 15 വർഷമെന്നാണ് പറഞ്ഞത്. ഇത് അവർക്കൊരു 3 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. 15 എന്നുള്ള 18 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഓഫീസിൽ 40 ലൈസൻസ് എന്നുള്ളതായിരുന്നു തീരുമാനം. അപ്പോൾ ഒരു ഓഫീസിലെ ഒരു MBA 2 MBA ഉണ്ടെങ്കിൽ 80 ലൈസൻസ് എടുക്കും. 2 വശവും ക്ലച്ചും ബ്രേക്കും ഉണ്ട്. അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞിരുന്നു. തൽക്കാലം അത് അങ്ങനെ ക്ലച്ചും ബ്രേക്കും ഇരുന്നോട്ടെ. ഒരു അപകടം ഈ ഡ്രൈവിംഗ് പഠിച്ചിരിക്കുന്ന ആളുണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു സഡൻ ബ്രേക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അത് ഇളവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. MIT വാഹനം ടെസ്റ്റിന് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന തീരുമാനത്തിൽ മന്ത്രി ഉറച്ചു നിന്നു. കാറുകളിൽ ക്യാമറ സ്ഥാപിക്കുന്നതിലും വിട്ടുവീഴ്ചയില്ല. കാലിൽ ഗിയറില്ലാത്ത സ്കൂട്ടർ ഉപയോഗിച്ചുള്ള പരിശോധന അതെല്ലാം അവസാനിപ്പിക്കുകയാണ്. അതിന് 3 മാസം സമയം കൊടുത്തിട്ടുണ്ട്. പുതിയ വണ്ടി അവർ വാങ്ങാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ആ ലൈസൻസായിട്ട് ഇറങ്ങുന്ന ആളിന് വണ്ടി ഓടിക്കാനുള്ള ലൈസൻസാണ്, അത് കൊല്ലാനുള്ള ലൈസൻസ് അല്ല. അത് ആ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. കെട്ടിക്കിടക്കുന്ന ലൈസൻസ് അപേക്ഷകരുടെ കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. തീരുമാനങ്ങൾ സംയുക്ത സമരസമിതി സ്വാഗതം ചെയ്തു. പൂർണ്ണമായിട്ടും അനുഭാവപൂർണ്ണമായ നമ്മളെ പരിഗണിക്കുകയായിരുന്നു മന്ത്രി. തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുകയും അതിനോടൊപ്പം ഡ്രൈവിംഗ് പരിഷ്കാരത്തെക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്തു. ഇനി പഴയതുപോലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകളിൽ നിങ്ങൾക്ക് ആർക്കും വിഷമം വേണ്ട, ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകളിൽ ടെസ്റ്റുകൾ നടക്കും. അതേസമയം ചർച്ചയിൽ CITU പൂർണ്ണ തൃപ്തരല്ല. ചർച്ചയിൽ പൂർണ്ണ തൃപ്തിയൊന്നുമില്ല. കാരണം നമ്മൾ ആവശ്യപ്പെട്ടതിന് കുറച്ച് ഭേദഗതികൾ വരുത്തി തന്നു. സർക്കുലറൊന്നും പിൻവലിച്ചിട്ടില്ല. 40 എന്നുള്ള 80 ആക്കി തന്നു, 15 എന്നുള്ള 18 ആക്കി തന്നു. നമ്മളിവിടെ നാട്ടിൽ ഓട്ടോറിക്ഷയ്ക്ക് വരെ 22 വർഷം പെർമിറ്റ് ഉള്ളതാണ്. അതിനെ 18 ആക്കി തന്നു. ഇതാണ് നടന്നത്. നാളെ മുതൽ സംസ്ഥാനത്ത് എല്ലാ കേന്ദ്രങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റുമായി സഹകരിക്കുമെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ അറിയിച്ചു. KSRTCയുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങൾ 2 മാസത്തിനുള്ളിൽ സജ്ജമാക്കാനാണ് ഗതാഗത വകുപ്പിന്റെ ശ്രമം. 24 തിരുവനന്തപുരം. രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം പ്രാവർത്തികമായി. ഭേദഗതി ചെയ്ത നിയമപ്രകാരം 300 പേർക്ക് പൗരത്വം നൽകിയെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. 14 പേർക്ക് പൗരത്വ സർട്ടിഫിക്കറ്റ് കൈമാറി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാരിന്റെ നിർണായക നീക്കം. 2024 പൗരത്വ ഭേദഗതി ചട്ടങ്ങളുടെ വിജ്ഞാപനത്തിന് ശേഷമുള്ള ആദ്യ സെറ്റ് പൗരത്വ സർട്ടിഫിക്കറ്റുകളാണ് ഇന്ന് വിതരണം ചെയ്തത്. പാകിസ്ഥാനിൽ നിന്നെത്തിയ അഭയാർത്ഥികൾക്കാണ് പൗരത്വം നൽകിയതെന്നാണ് സൂചന. ജില്ലാതല സമിതികൾ സംസ്ഥാന എംപവേർഡ് സമിതിക്ക് കൈമാറിയ പൗരത്വ അപേക്ഷയിൽ കേന്ദ്ര എംപവേർഡ് സമിതിയാണ് തീരുമാനമെടുത്തത്. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ജില്ലാ സംസ്ഥാന സമിതികൾ രൂപീകരിക്കാത്തതിനാൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്കാണ് പൗരത്വം നൽകിയതെന്നാണ് വിവരം. 300 പേർക്ക് ഇതിനകം പൗരത്വം നൽകിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മാർച്ച് 11 പൗരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച വിജ്ഞാപനം കേന്ദ്ര സർക്കാർ ഇറക്കിയതിന് പിന്നാലെ പൗരത്വാപേക്ഷ നൽകുന്നതിനായി ആപ്പും സജ്ജമാക്കിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നിർണായകമായ അവസാന 3 ഘട്ടങ്ങൾ നടക്കാനിരിക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് 2014 ഡിസംബർ 31 മുൻപ് ഇന്ത്യയിലെത്തിയ ഹിന്ദു, സിഖ്, പാഴ്സി, ജൈന, ബുദ്ധ, ക്രൈസ്തവ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകുന്നതാണ് നിയമം. 24 ഡൽഹി. തെരഞ്ഞെടുപ്പ് റാലിയിൽ വീണ്ടും വിവാദ പരാമർശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബജറ്റ് വിഹിതത്തിൽ 15% ന്യൂനപക്ഷത്തിന് നീക്കിവെക്കാനും സംവരണം മുസ്ലിങ്ങൾക്ക് മാത്രമാക്കാനുമാണ് കോൺഗ്രസ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു. മഹാരാഷ്ട്രയിലെ ദിൻദോരിയിൽ പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോൾ ഉള്ളിക്കർഷകർ പ്രതിഷേധ മുദ്രാവാക്യം മുഴക്കി. ഗൾഫ് ഫോക്കസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.